നമ്മുടെ ഈ പ്രകൃതി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? അത് നമുക്ക് തന്നെയല്ലേ? ആ ഉത്തരവാദിത്തത്തിലോട്ട് രാവിലെ തന്നെ കടന്നിരിക്കുകയാണ് ഞാൻ. മമ്മി പറക്കി വെച്ച കുരു കളയാത്ത ചക്കപ്പഴം മടക്കം മടക്കം നടിച്ചിട്ട് ആ ചക്കക്കുരു പ്രകൃതിയിലോട്ട് തന്നെ വലിച്ചെറിഞ്ഞ് അതിൻ്റെ സ്വാഭാവികമായ വളർച്ചയ്ക്കായിട്ടുള്ള ഒരു വിത്ത് പാകൽ എൻ്റെ ശ്രമത്തിൽ നിന്ന് നടന്നിരിക്കുകയാണ്. ഇങ്ങനെ തെറിച്ചു വീണ ചക്കക്കുരുകൾ ഇന്ന് പലതായി വലിയ വൃക്ഷങ്ങളായി പടുമരങ്ങളായി വീടിന് ചുറ്റും കാഴ്ച നിൽക്കുന്ന കാഴ്ച കാണാറുണ്ടത്രേ. ആ വൻ വൃക്ഷങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയും നോക്കി സായുജ്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. 11 മണിയായി, ഇതുവരെ ഒരുത്തന്മാരും എഴുന്നേറ്റിട്ടില്ല. എന്നെ പേടിച്ച് ഒരുത്തനാടെ അലമാരിക്ക് മുകളിൽ കയറിയിരുന്ന് ഉറങ്ങുന്നേ. വിടാവോ അവനെ? അമ്പാനെ, അമ്പാനെ, കാലം വന്നല്ലോ എന്ന് വിചാരിക്കുന്നതിന് മുമ്പ് കാലെ പഠിച്ച് തോളത്തിട്ടങ്ങ് നടക്കാൻ പോയി. പപ്പക്കുട്ടനെ അഴിച്ചു വിട്ടു. ബാക്കി നടന്ന അമ്പാൻ്റെ എക്സ്പ്രഷൻസ് അതേപോലെ ഒപ്പിയെടുത്ത് ഇത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിള്ളേർക്ക് ഈയോടെ എക്സസൈസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് കേസ്. രാവിലെ എഴുന്നേക്കുന്നില്ല, ഫുൾ ടൈം ഉറക്കം തന്നെ. ഞാൻ ഊമാരി ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ മോശമല്ലേ? അങ്ങനെ അവനെ തോളത്തിട്ട് വീടും പരിസരവും ഞങ്ങളൊന്ന് പോയി വീക്ഷിച്ചു. അപ്പോഴേക്കും വല്യമ്പാനും വന്നു. ഇനി അവനെ തോളത്ത് കയറ്റില്ലെങ്കിൽ കളി മാറൂലേ? കയറ്റി. ഇങ്ങനെ ഒരു ചെറിയ വളരെ സ്വാഭാവികമായി നടക്കുന്ന പ്രഭാതങ്ങളാണ് നമുക്ക് അന്നൊരു ദിവസം മൊത്തം കിടന്നുറങ്ങാനുള്ള എനർജി തരുന്നത്. അപ്പോൾ ഞാൻ ഉറങ്ങട്ടെ. വീണ്ടും കാണാം. ടാറ്റ.